പുലിപ്പല്ല് കൈവശം വച്ചതിന് കസ്റ്റഡിയിലെടുത്ത റാപ്പർ വേടനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് വനം വകുപ്പ് കേസെടുത്തത്. കഞ്ചാവ് കൈവശം വച്ചതിന് അറസ്റ്റിലായ വേടനും സുഹൃത്തുക്കൾക്കും സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത വേടനെന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയെ ഇന്ന് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കും. പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് ഇന്നലെ പോലീസിൽ നിന്ന് വനം വകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കഴിഞ്ഞ പകൽ വേടനെ കൂട്ടുകാരോടൊപ്പം കഞ്ചാവ് കൈവശം വെച്ചതിന് വേടൻ്റെ ഫ്ളാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നടത്തിയ ശരീര പരിശോധനയിലാണ് വേടൻ ഈ പുലിപ്പല്ല് ഉള്ള മാല അണിഞ്ഞിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഈ വിഷയം വനംവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ നേരിട്ട് വന്ന് ഇത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. ശക്തമായ വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങൾ ഇതിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യമൃഗത്തെ വേട്ടയാടി എന്നുള്ള കുറ്റമാണ്. കാരണം ഈ പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ വേടൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ ഒരു ആരാധകൻ നൽകി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്യമൃഗത്തെ വേട്ടയാടി എന്നുള്ള കുറ്റം ചുമത്തിയിരിക്കുന്നത്. കാരണം ഈ വേടന് ഈ പുലിപ്പല്ല് കൈമാറിയ ആൾ മൃഗത്തെ വേട്ടയാടിയിരിക്കാം എന്നുള്ളതാണ് ഒരു അനുമാനം. എന്തായാലും അക്കാര്യമൊക്കെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുലിപ്പല്ല് അനധികൃതമായി കൈവശം വെച്ചതും കുറ്റമാണ്. കാരണം ഇത്തരം വസ്തുക്കൾ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം വസ്തുക്കൾ കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അത് അറിഞ്ഞാലും അറിയാതെയായാലും കൈവശം വെക്കുന്നത് കുറ്റകരമാണെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ വേടന് ജാമ്യം ലഭിക്കുന്ന കാര്യത്തിൽ പ്രയാസമാണ്. ഇത്തരം വകുപ്പുകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും ഈ കേസിൽ ഇനി വേടന് വേണ്ടി അഭിഭാഷകൻ ഹാജരാകുകയും ജാമ്യാപേക്ഷ നൽകുകയും ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഉടനെ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളല്ല വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും അതിൽ സ്റ്റേഷൻ ജാമ്യം നൽകി പോലീസ് വിട്ടിട്ടുണ്ട്. കാരണം വളരെ ചെറിയ അളവിൽ മാത്രമാണ് വേടൻ്റെ കൈവശം നിന്ന് പിടിച്ചെടുത്തത്. 6 ഗ്രാം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വേടനെയും വേടനൊപ്പം ഉണ്ടായിരുന്ന 8 സുഹൃത്തുക്കളെയും വിട്ടയച്ചിട്ടുണ്ട്.